ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകായോഗ്യമായ ദാമ്പത്യം പ്രവാചകൻ നിർവഹിച്ചിരുന്നു. അത് തൻ്റെ മറ്റ് ദൗത്യങ്ങൾ, തൻ്റെ വളരെ ഗൗരവമേറിയ മറ്റ് ഇടപെടലുകളൊന്നും ഇതിന് തടസ്സമായിരുന്നില്ല എന്നതാണ്. ഇണയോടുള്ള തൻ്റെ പിന്നെ അവരുടെ അവകാശങ്ങൾ എന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള കരാറാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ജനങ്ങളെ സാക്ഷി നിർത്തി ഒരു മനുഷ്യൻ നടത്തുന്ന ഏറ്റവും മീസാഖൻ വലിയള, പൊട്ടിക്കാൻ കഴിയാത്ത അത്രയും അതിശക്തമായ കരാർ എന്നതാണ് വിവാഹത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഫൈന്നക്കും അഖദ്തുമൂഹുന്ന ബി അമാനില്ല വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബി കലിമത്തില്ല. അള്ളാഹുവിനോടുള്ള കരാറിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് അവരെ അനുവദിച്ച് തന്നിട്ടുള്ളത്. അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ വിശ്വസ്തതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ വിശ്വസ്തത, ഇണയോടുള്ള ഏറ്റവും മാതൃകായോഗ്യമായ ദാമ്പത്യം, ഏറ്റവും മനോഹരമായ ബന്ധം, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ അത് നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ജനങ്ങൾക്കിടയിൽ നല്ല നിലക്ക് ജീവിക്കാൻ, നമ്മൾ ഇടപെടുന്ന മറ്റ് മേഖലയിലെല്ലാം നല്ല സ്വഭാവത്തിന് ഉടമകളായി നമുക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ സ്വന്തം കുടുംബത്തിൽ നമ്മൾ എങ്ങനെയാണോ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഔന്നത്യത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, എൻ്റെ കുടുംബത്തോട് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പെരുമാറുന്നവൻ, ഏറ്റവും നന്നായി കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അഭിമാനത്തോടു കൂടി പറയുന്നത് നമുക്ക് കാണാം. وما أرسلناك إلا رحمة للعالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മഹിതമായ പെരുമാറ്റ രീതികളെക്കുറിച്ചൊക്കെ ഉള്ളൊരു സീരീസാണ് പ്രൊഫൗണ്ട് ആരംഭിക്കുന്നത്. സമൂഹത്തിലെ വ്യത്യസ്ത മനുഷ്യരുമായി വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത ദൗത്യങ്ങൾ നിർവഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെയൊക്കെ ഏത് രൂപത്തിലായിരുന്നു, പ്രവാചകൻ്റെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു, അതിൽ നമുക്കുള്ള മാതൃകകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മാതൃകയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ, ഏറ്റവും നന്നായി നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് പ്രവാചകൻ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വ്യത്യസ്തമായ റോളുകൾ നിർവഹിച്ചിട്ടുണ്ട് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാടിൻ്റെ ഭരണാധികാരിയായിരുന്നു, കച്ചവടക്കാരനായിരുന്നു, അതുപോലെ തന്നെ പിതാവായിരുന്നു, ഒരുപാട് അനുയായി വൃന്ദങ്ങളുടെ നേതാവായിരുന്നു, യുദ്ധത്തിൻ്റെ സൈന്യാധിപനായിരുന്നു, ഇതിലെല്ലാം ഉപരി അള്ളാഹുവിൻ്റെ പ്രവാചകനായിരുന്നു. ഈ ഒരു വ്യത്യസ്ത സന്ദർഭങ്ങൾ, വ്യത്യസ്ത റോളുകളെല്ലാം നിർവഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ആ മേഖലയിലെല്ലാം മാതൃകയാണ് എന്നതുപോലെ തന്നെ തൻ്റെ ഇണകളുടെ ഏറ്റവും നല്ല ഒരു ഇണയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് മാതൃകയായിട്ടുണ്ടായിരുന്നു എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഅശ്റുഹുന്ന ബിൽ മഅറൂഫ്, ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളുടെ ഇണകളോട് പെരുമാറണം എന്ന ഖുർആനിൻ്റെ അധ്യാപനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എങ്ങനെയായിരുന്നു? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ബശറൻ മിനൽ ബശർ, സാധാരണ മനുഷ്യൻ തന്നെയായിരുന്നു. സാധാരണ മറ്റു മനുഷ്യരെയൊക്കെ പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അതുപോലെ തന്നെയായിരുന്നു. ഒരു പ്രവാചകനാണ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയാണ് എന്നതുകൊണ്ട് തൻ്റെ കുടുംബത്തിൽ തനിക്കുള്ള ദൗത്യങ്ങൾ ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നുപോയിട്ടില്ല എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വസ്ത്രം നേരെയാക്കുകയും തൻ്റെ വസ്ത്രം തുന്നുകയും അതുപോലെ തന്നെ ആടിനെ കറക്കുകയും തുടങ്ങി സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. ഒന്നിലധികം ഇണകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. 11 ഇണകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു ഏകഭാര്യത്വത്തിനും ബഹുഭാര്യത്വത്തിനും രണ്ടിനും നമുക്ക് കാണാൻ കഴിയും. ഒരു 1/4 നൂറ്റാണ്ടോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകഭാര്യത്വമായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ മാത്രമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പത്നി. അതിനുശേഷം മദീന കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബഹുഭാര്യാത്വത്തിൽ നമുക്ക് തെളിവുകൾ പിന്നെ മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. ഏത് പിന്നെ സന്ദർഭത്തിലും പ്രവാചകന്റെ മാതൃക നമുക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. കുടുംബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സമയം നൽകിയിരുന്നു എന്നതാണ്. ഏറ്റവും പിന്നെ കുടുംബത്തിന് വേണ്ടി സമയം അനുവദിക്കുക, കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക, ഒരു ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി പിന്നെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് സമയം കണ്ടെത്തിയിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ എല്ലാ ഇണകളെയും കാണുന്നു, സന്ദർശിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇത്രയും ഒരു ഒരു ഭരണാധികാരി എന്ന നിലക്ക് പല നിലക്കുള്ള റോളുകൾ നിർവഹിച്ചിരുന്ന പ്രവാചകൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാ ദിവസവും എല്ലാവരെയും സന്ദർശിക്കാൻ, എല്ലാവരുമായി സംസാരിക്കാൻ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ സമയം കണ്ടെത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എല്ലാവരുമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നു. എല്ലാവരുമായും പിന്നെ ഇടപഴകുന്നു. എല്ലാവരുമായും സല്ലപിക്കുന്നു. അവസാനം ആരുടെ വീട്ടിലാണോ അന്നത്തെ ഊഴമുള്ളത് അവരുടെ വീട്ടിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയാണ് ചെയ്യാറുള്ളത്. അവിടെ ഒന്നിലധികം പങ്കാളികളുണ്ടെങ്കിൽ അവരോട് നീതിയോടുകൂടി വർത്തിക്കണം എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ഒരു തത്വമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ 2ഓ 3ഓ 4ഓ വിവാഹങ്ങൾ ചെയ്യാം. എന്നാൽ ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു, നിങ്ങൾക്ക് നീതി കാണിക്കാൻ കഴിയില്ല എന്ന് തോന്നിയാൽ ഫവാഹിദത്തൻ, അപ്പോൾ ഒന്ന് മതി എന്നതാണ് ഖുർആന്റെ കൽപ്പന. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ ഇണകളോടെല്ലാം നീതിയോടുകൂടി വർത്തിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിരുന്നു എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഇണകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ വകവെച്ച് നൽകുകയും അവരോട് നീതിയോടുകൂടി വർത്തിക്കുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിരുന്നു എന്നതാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ആർക്കിടയിൽ എന്തെങ്കിലും ഒരു പിന്നെ ഒരു ഞങ്ങളോട് അനീതി കാണിക്കുന്ന ഒരു സാഹചര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. ഓരോരുത്തർക്കും അവരവരുടെ ദിവസങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം അനുവദിച്ചിരുന്നു. എല്ലാവരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും സന്ദർശിക്കും. ആരുടെ വീട്ടിലാണോ ആ വീട്ടിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമെന്നതാണ്. ഇനി ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തൻ്റെ ഇണകൾക്കിടയിൽ അവർക്കിടയിൽ നറുക്കെടുപ്പ് നടത്തി ആർക്കാണോ നറുക്ക് വീഴുന്നത് ആ ഇണയോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്ക് അവരെയും തെരഞ്ഞെടുത്തിരുന്നു എന്ന് നമുക്ക് കാണാം. അങ്ങനെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഒന്നിലധികം ഇണകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പിന്നെ ഫലാ തമീലു കുല്ലൽ മൈൽ ഫതദറുഹ കൽ മുഅല്ലഖ, ഏതെങ്കിലും ഒരാളിലേക്ക് തന്നെ ചാഞ്ഞു പോയി മറ്റേയാളെ കെട്ടിയിട്ടൊരവസ്ഥയിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൽ മാനസികമായ അടുപ്പത്തിലെല്ലാം വ്യത്യാസം സംഭവിക്കാം. അത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചും വ്യത്യസ്തമായിരിക്കും. ഒരാളോടുള്ള സ്നേഹം, മറ്റൊരാളോട് സ്നേഹം കൂടുതൽ കുറവ്, ഇത് സംഭവിച്ചേക്കാം. എങ്കിൽ പോലും അവർക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ അവർക്ക് പിന്നെ അവരോട് നീതി കാണിക്കുന്നതിൽ അതിലൊരിക്കലും എന്തുണ്ടാവരുത്, പിന്നെ ലംഘനം സംഭവിക്കരുത് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പിന്നെ ഒരാൾക്ക് 2 ഇണകളുണ്ട്. അയാൾ ഒരാളോട് മാത്രം ചാഞ്ഞ് ഒരാളിലേക്ക് മാത്രം ചാഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നാളെ പരലോകത്ത് അയാൾ അതേ അവസ്ഥയിൽ ഹാജരാക്കപ്പെടും. അയാൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ രൂപത്തിൽ നാളെ അള്ളാഹുവിന് മുമ്പിൽ ഹാജരാക്കപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും അനീതി സംഭവിക്കാതിരിക്കാൻ പരിശ്രമിച്ചിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇണകൾക്കിടയിൽ കൃത്യമായി വിഭജിച്ച് നൽകിയിരുന്നു ദിവസങ്ങൾ. എന്നിട്ട് ഫയഅദിലു, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അത് കൃത്യമായി പാലിച്ചിരുന്നു, അവരോട് നീതി കാണിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഹാദിഹി ഖിസ്മതി ഫീമാ അംലിക് ഫല തലുംനി ഫീമ തംലിക് വല അംലിക്, അള്ളാഹുവേ ഇതാണ് എൻ്റെ ഉടമസ്ഥയിലുള്ളതിൽ ഞാൻ നടത്തുന്ന വിഭജനം ഈ രൂപത്തിലാണ്, ഞാനത് കൃത്യമായി ചെയ്യുന്നു. എന്നാൽ എനിക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യം, എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യം, അത് മാനസികമായ അടുപ്പായിരിക്കും, ഇഷ്ടമായിരിക്കാം, അത് എൻ്റെ നിയന്ത്രണത്തിലല്ല, നിൻ്റെ നിയന്ത്രണത്തിലാണ്, ആ വിഷയത്തിൽ എന്നെ ആക്ഷേപിക്കരുതേ എന്ന് അള്ളാഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കി ഒരാൾക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് അനീതി കാണിച്ചു, എന്നോട് പ്രവാചകൻ എൻ്റെ അവകാശം നിഷേധിച്ചു എന്നൊരു ഇണയും പറയാത്തവണ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയോടുകൂടി അവരുടെ അവകാശങ്ങളെല്ലാം വകവെച്ചുകൊണ്ട് തന്നെ അവരോട് സഹവസിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. ഇനി മാത്രമല്ല, വിവാഹ ജീവിതത്തിൽ നമുക്കറിയാം, സ്നേഹം എന്നത് വിവാഹ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. എന്തിനാണ് വിവാഹ ജീവിതം? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണയെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ തെളിവാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദിവ്യത്വത്തിനുള്ള തെളിവായി ഈ ഭൂമിയിലെ
പിന്നെ മനുഷ്യർ തമ്മിലുള്ള ഈ സഹജീവി ജീവിതം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ ഇങ്ങനെ അള്ളാഹു വിവാഹ ജീവിതം സംവിധാനിച്ചെന്തിനാണ്? വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ, അള്ളാഹു അതിലൂടെ നിങ്ങൾക്കുള്ള സ്നേഹവും കാരുണ്യവും അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ വിവാഹ ജീവിതത്തെക്കുറിച്ച്, വിവാഹ ജീവിതത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് വിവാഹ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. സ്നേഹം പ്രകടിപ്പിക്കപ്പെടാതെ, സ്നേഹം പ്രകടിപ്പിക്കാത്ത ബന്ധങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകില്ല എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്നേഹം കൃത്യമായി പ്രകടിപ്പിച്ചിരുന്നു. അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തിയിരുന്നു എന്ന് പ്രവാചകന്റെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കണം, അമ്ർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വന്ന് ചോദിക്കുന്നു, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? ജനങ്ങളിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ മറുപടി പറഞ്ഞു, ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, മിനർ റിജാൽ, പിന്നെ ആണുങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ, അവളുടെ ഉപ്പയാണ്. അപ്പോൾ വളരെ പിന്നെ ജനങ്ങൾക്ക് മുമ്പിൽ സ്പഷ്ടമായി പരസ്യമായി തന്നെ പറയാൻ കഴിയുന്ന രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഇണയോടുള്ള സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ്. അവരോട് സംസാരിക്കാനും അവരോട് സല്ലപിക്കാനും എല്ലാം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം സമയം കണ്ടെത്തിയിരുന്നു. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം വഇദാ സ്വല്ലൽ അസ്ർ വകാന ഇദാ സ്വല്ലൽ അസ്ർ അജാസ അലാ നിസാഇഹി ഫയദ്നു മിൻഹുന്ന, എല്ലാ ദിവസവും അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ ഇണകളുടെ അടുത്തേക്ക് ചെല്ലും, അവരുമായി സല്ലപിക്കുകയും അവരുമായി സംസാരിക്കുകയെല്ലാം ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അത്രത്തോളം ഇണകളുമായുള്ള സ്നേഹബന്ധം, ഇണകളുമായുള്ള സമയം ചെലവഴിക്കുക എന്നത്, അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ഇങ്ങനെ ഒരാൾ തൻ്റെ ഇണയുമായുള്ള ബന്ധം, ശാരീരിക ബന്ധം പോലും പുണ്യമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ, ഒരാൾ തൻ്റെ വികാരം ശമിപ്പിക്കുന്നതിൽ എങ്ങനെയാണ് പുണ്യം ലഭിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാളത് ഹറാമായ മാർഗത്തിലാണ് തൻ്റെ വികാരം പ്രകടിപ്പിക്കുന്നതെങ്കിൽ അത് തിന്മയാകും. എന്നാൽ അയാളത് ഹലാലായ മാർഗത്തിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് പുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിലുടനീളം ഓരോ ഇണകളുമായും അവരോടുള്ള സ്നേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിക്കുകയും അതിന് സമയം ചെലവഴിക്കുകയെല്ലാം ചെയ്യുന്നത് നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയെ നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രവാചകനെ സഹായിക്കുകയും പ്രവാചകന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി അവതരിപ്പിക്കപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പേടിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു പ്രയാസം പങ്കുവെക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയോട് ചെയ്യുന്നത്. വളരെ വിശ്വസ്തയോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പരിഭവങ്ങളും പ്രയാസങ്ങളെല്ലാം, തൻ്റെ ആ അനുഭവിച്ച ഭീതി മുഴുവൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ പങ്കുവെക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയും പ്രവാചകന് സമാധാനം നൽകുകയും സമാധാനത്തിൻ്റെ വാക്കുകൾ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സഹായിച്ച ഖദീജ റളിയല്ലാഹു അൻഹയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായുള്ള ജീവിതത്തിൻ്റെ ആ സന്ദർഭങ്ങൾ മുഴുവൻ, നിമിഷങ്ങൾ മുഴുവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എക്കാലഘട്ടത്തിലും ഓർത്തെടുത്തിരുന്നു. അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ജീവിക്കുകയാണ്. ആ സന്ദർഭത്തിലെല്ലാം ഖദീജയുമായുള്ള സ്നേഹബന്ധത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സംസാരിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് കാണാൻ കഴിയും. ഒരു കാൽ നൂറ്റാണ്ട് നിലനിൽക്കുന്ന 25 വർഷം നീണ്ടു നിന്ന ദാമ്പത്യ ജീവിതമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ ഏറ്റവും സങ്കടപ്പെട്ട, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വിഷമിച്ച ഒരു വർഷം എന്ന് പറഞ്ഞാൽ അത് ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബ് മരണപ്പെട്ട വർഷമാണ്. ആമുൽ ഹുസൻ എന്നാണ് ആ വർഷം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്വാധീനിച്ച പ്രവാചകന്റെ അത്രയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹബന്ധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രൂപത്തിൽ, മറ്റുള്ളവർക്ക് ഖദീജയോട് അസൂയ തോന്നുന്ന രൂപത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഖദീജ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം അവരെക്കുറിച്ച് സംസാരിക്കുന്നു. വീട്ടിൽ പിന്നെ ആടിനെ അറുത്താൽ, എന്തെങ്കിലും വിശേഷ അവസരങ്ങളുണ്ടെങ്കിൽ, മാംസം ഉണ്ടാക്കിയാൽ, ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. എത്രത്തോളം വെച്ചാൽ ആളുകൾക്ക് അസൂയ തോന്നിയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ ഖദീജയെ കണ്ടിട്ടില്ല, പക്ഷേ ഖദീജയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു സ്ത്രീയും ലോകത്തില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ ഖദീജയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നഹ കാനത്ത് വകാന ലീ മിൻഹ വലദ്, അവൾ എനിക്ക് അങ്ങനെയായിരുന്നു, ഖദീജ എനിക്ക് ഇങ്ങനെയായിരുന്നു, ഖദീജ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തു തന്നിരുന്നു, എനിക്ക് മക്കളുണ്ടായത് ഖദീജയിലാണ് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവർത്തിച്ച് ഖദീജയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഈ ലോകത്ത് വേറെയും സ്ത്രീകളില്ലേ, ആ പല്ല് കൊഴിഞ്ഞൊരു വൃദ്ധയെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലേ
അള്ളാഹു ഞങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നില്ലേ, ഇനി എന്തിനാണ് ഇപ്പോഴും അവരെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇല്ല, അള്ളാഹു എനിക്കതിന് പകരം തന്നിട്ടില്ല. ഖദീജയെ പോലെ മറ്റാരെയും അള്ളാഹു എനിക്ക് തന്നിട്ടില്ല. ഖദ് ആമൻതു ബി ഇത് കഫറ ബി അന്നാസ്. എന്നെ ജനങ്ങളെല്ലാം അവിശ്വസിച്ചപ്പോൾ എന്നിൽ വിശ്വസിച്ചത് ഖദീജയാണ്. എന്നെ ആളുകളെല്ലാം എന്നെ കളവാക്കിയപ്പോൾ എന്നെ സത്യപ്പെടുത്താനുണ്ടായിരുന്നത് ഖദീജയാണ്. അതുപോലെ തന്നെ ജനങ്ങളെല്ലാം എന്നെ അകറ്റി നിർത്തിയപ്പോൾ, എന്നെ ബഹിഷ്കരിച്ചപ്പോൾ എന്നെ ചേർത്ത് നിർത്തിയത്, എന്നെ സഹായിച്ചത് ഖദീജയാണ്. എനിക്ക് മക്കളുണ്ടായത് ഖദീജയിലാണ് എന്നിങ്ങനെ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയെക്കുറിച്ച് അവരുടെ മരണശേഷവും വർഷങ്ങൾക്കിപ്പുറവും ഖദീജയുമായുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരിക്കൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അനുവാദം ചോദിക്കുമ്പോൾ ഹാല ബിൻത് ഖുവൈലിദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറുന്ന അനുവാദം ചോദിക്കുന്ന രീതി കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജയെ ഓർമ്മ വരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ അനുവാദം ചോദിക്കുന്നത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജയെ ഓർമ്മ വരുന്നു. അല്ലാഹുമ്മ ഹാല, അല്ലാഹുവേ ഹാലയാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഓർമ്മകളിലേക്ക് പോകുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ദേഷ്യം തോന്നുകയാണ് ഖദീജ റളിയല്ലാഹു അൻഹയോട്. അത്രയും പ്രവാചകന്റെ ഓർമ്മകളിൽ ഖദീജയോടുള്ള സ്നേഹം നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹ, ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹ. അത് ഒരു പിന്നെ നമ്മൾ മലയാളത്തിലേക്ക് അത് പരിഭാഷപ്പെടുത്താൻ കഴിയാത്ത വണ്ണം അത്രയും വിശാലാണ് അതിൻ്റെ അർത്ഥം. ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹ, അവളോടുള്ള സ്നേഹം എന്നിൽ നർച്ചർ ചെയ്യപ്പെട്ട്, എന്നിൽ അള്ളാഹു വളർത്തി വലുതാക്കിയിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ പിന്നെ ഖദീജയോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹു അതിങ്ങനെ പിന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എനിക്ക് എൻ്റെ ഉള്ളിൽ അള്ളാഹു ഖദീജയോടുള്ള സ്നേഹം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുകയും തൻ്റെ ഇണയോടുള്ള സ്നേഹം അത് പിന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നതാണ്. ഇനി മറ്റൊരു സന്ദർഭം നമ്മൾ നോക്കിയാൽ ഖൈബറിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ സൊഫിയ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെയുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. തൻ്റെ കാലിൽ ചവിട്ടിക്കൊണ്ട് ഒട്ടകത്തിന് മേലെ കയറാൻ വേണ്ടി പിന്നെ സഹായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം പിന്നെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുകയും സഹായിക്കുകയും ആ നിലക്ക് സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും അതിന് മടിച്ചിരുന്നില്ല എന്നാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു മോശമായ, അത് എന്തെങ്കിലും ഒരു പൗരുഷത്തിന് പിന്നെ നിരക്കാത്തൊരു സംഗതിയായിട്ടല്ല റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ടിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പ്രകടിപ്പിക്കുകയും അതിൻ്റെ അവസരങ്ങളെല്ലാം പ്രവാചകൻ ഉപയോഗപ്പെടുത്തുകയും എല്ലാം ചെയ്തിരുന്നത് നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, നിനക്ക് ദേഷ്യം വരുന്നതും നിനക്ക് പിന്നെ എന്നോട് ഇഷ്ടം തോന്നുന്നതുമായ സന്ദർഭം എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുക, എങ്ങനെയാണ് താങ്കൾക്കത് അറിയുന്നത്, എങ്ങനെയാണത് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്നോട് ഇഷ്ടമുള്ള നല്ല തൃപ്തിയുള്ള സമയത്താണെങ്കിൽ ലാ വറബ്ബി മുഹമ്മദിൻ്റെ റബ്ബാണ് സത്യം എന്നാണ് പറയാറുള്ളത്. എന്നാൽ നിനക്ക് എന്തെങ്കിലും ദേഷ്യമുള്ള സന്ദർഭങ്ങളിലാണെങ്കിൽ വറബ്ബി ഇബ്രാഹിമിൻ്റെ റബ്ബാണ് സത്യം എന്നാണ് പറയാറുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ ഇണയെ നിരീക്ഷിക്കുകയും അവൾ ഏതൊക്കെ സന്ദർഭത്തിലാണ് അവൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്, എപ്പോഴൊക്കെയാണ് അവൾക്ക് ദേഷ്യം വരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പിന്നെ ഹദീസിൽ കാണാൻ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ പിന്നെ മാഹ്ജുർ ഇല്ല ഇസ്മക്ക്, താങ്കളുടെ പേര് മാത്രമേ ഞാൻ മാറ്റുന്നുള്ളൂ, ഒരിക്കലും എന്തല്ല താങ്കളോടുള്ള ഇഷ്ടം പോകുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആ സന്ദർഭത്തിൽ പറയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തൻ്റെ ഇണയുമായി സംസാരിക്കാനും അവരുമായി സല്ലപിക്കാനും അവരുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ ഇണയുമായി ഒരുമിച്ച് കുളിച്ചിരുന്നു എന്നുവരെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അത്രത്തോളം സ്നേഹപ്രകടനത്തിൻ്റെ എല്ലാ മാർഗങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തിയിരുന്നു, അതിന് സമയം കണ്ടെത്തിയിരുന്നു എന്നാണ്. തൻ്റെ ഇണയെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും അവരെക്കുറിച്ച് നല്ലത് പറയാനൊക്കെ പ്രവാചകൻ ശ്രമിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് സ്വർഗ്ഗത്തിലുള്ള ഭവനത്തെക്കുറിച്ച്, ആ ഭവനത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്നത്, ആയിഷക്ക് മറ്റ് സ്ത്രീകളിൽ നിന്നുള്ള പ്രത്യേകത, മറ്റ് ഭക്ഷണങ്ങളിൽ നിന്ന് സെരീദ് വിഭവത്തിനുള്ള പ്രത്യേകത പോലെ ആയിഷ മറ്റ് സ്ത്രീകളിൽ നിന്ന് ഉന്നതയാണ്, മഹത്വമുള്ളവളാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെക്കുറിച്ച് മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ സ്നേഹപ്രകടനം എന്നത് വിവാഹ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വമായി പ്രവാചകൻ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ എല്ലാ സാധ്യതകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും.
മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നെ പ്രയാസഘട്ടങ്ങൾ പലതരത്തിലുള്ള റോളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നിർവഹിച്ചിരുന്നു. അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തൻ്റെ ഇണയുടെ അടുത്ത് വന്ന് അത് കൂടിയാലോചിക്കുകയും അതിൻ്റെ പരിഹാരം അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നാടിൻ്റെ ഭരണാധികാരിയാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ ഇണയുമായി കൂടിയാലോചന നടത്തുന്നു, അവരുടെ അഭിപ്രായം ചോദിക്കുന്നു. നമുക്കെല്ലാം അറിയുന്ന ഒരു സംഭവമാണ് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട സംഭവം. ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വലിയ അപമാനമാണെന്ന് തോന്നിയ ഒരു സന്ദർഭമാണ് ഹുദൈബിയ സന്ധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക് കൃത്യമായും അനീതിയാണെന്ന് ബോധ്യപ്പെടുന്ന ചില തീരുമാനങ്ങളാണ് ഒപ്പുവെക്കുന്നത്. മുസ്ലിങ്ങൾ ഉംറയ്ക്ക് വേണ്ടി ചെല്ലുന്നു, അവർക്ക് ഉംറ നിർവഹിക്കാൻ കഴിയുന്നില്ല, അവർ തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. പിന്നെയോ മറ്റൊരുപാട് അനീതിയാണ് ആ കരാറിൽ മുഴുവൻ നിലനിൽക്കുന്നത്. ചരിത്രം വിശദീകരിക്കണില്ല. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇനി ഉംറക്ക് ഹിറാം ചെയ്തവരാണ്, എന്നാൽ ഉംറ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇപ്രാവശ്യം ഉംറ ചെയ്യാൻ കഴിയില്ല, എല്ലാവരും തല മുണ്ടനം ചെയ്ത് തങ്ങളുടെ മൃഗത്തെ പിന്നെ ബലി അറുത്തിട്ട് തിരിച്ചു പോകണം. പക്ഷെ സ്വഹാബത്ത് ആരും ചെയ്യാൻ തയ്യാറാകണില്ല. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം 3 തവണ അവരോട് പറഞ്ഞു. പക്ഷെ അവർ പ്രവാചകൻ ആ പറയുന്നത് അവർ അനുസരണക്കേടല്ല, മറിച്ച് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ ഒരു പ്രയാസം കൊണ്ട് അവർക്കത് സ്വീകരിക്കാൻ തയ്യാറാകണില്ല, കഴിയണില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വലിയ സങ്കടമായി. കാരണം ആരും ഇത് ചെയ്യാൻ തയ്യാറാകണില്ല, അനുസരിക്കണില്ല. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ തൻ്റെ ടെന്റിലേക്ക് കയറി. അവിടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ പ്രയാസത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയും, നിങ്ങൾ ഇനി അവരോട് കൽപ്പിക്കണ്ട, താങ്കൾ എന്ത് ചെയ്താൽ മതി, താങ്കൾ തന്നെ താങ്കളുടെ മുടി എടുക്കുകയും മൃഗത്തെ ബലിയർപ്പിക്കുകയും ചെയ്താൽ മതി. അവരത് കാണുന്നു, സ്വഹാബത്ത് മുഴുവൻ അത് ചെയ്യാൻ തയ്യാറാകുകയാണ്. ഇങ്ങനെ വളരെ പിന്നെ നയതന്ത്രപ്രധാനമായ ഒരു സംഗതിയാണ്. അത് തൻ്റെ ഇണയോട് കൂടി ആലോചിക്കുന്നു, അവരുടെ അഭിപ്രായത്തെ, അവരുടെ ഇൻ്റലക്റ്റിനെയും റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മാനിക്കുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നടപ്പാക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തങ്ങളുടെ ഇണയുമായി ചേർന്ന് നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ശ്രമിച്ചിരുന്നു എന്നതാണ്. ഇനി നമുക്കറിയാം, വിവാഹ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പിന്നെ പരസ്പരം കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത്. നമുക്കിപ്പോൾ പുതിയ കാലത്ത് നമ്മൾ ലിസണിങ് കമ്മ്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞ കുറേ സംഗതികൾ കാണാം. ആളുകൾ അവരുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും പ്രശ്നങ്ങളും കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ കമ്മ്യൂണിറ്റികളിൽ ചേരുന്നു, അതിനൊരുപാട് സമയം ചെലവഴിക്കുന്നു, പണം ചെലവഴിക്കുന്നു ഒക്കെ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇണകളുമായി ബന്ധപ്പെട്ട അവരുടെ പരിഭവങ്ങൾ കേൾക്കാൻ, അവരുടെ പ്രയാസങ്ങൾ കേൾക്കാൻ, അവരുടെ കഥകൾ കേൾക്കാൻ, ഇതിനൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സമയം കണ്ടെത്തിയിരുന്നു എന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്കറിയാം പലതരത്തിലുള്ള ദൗത്യങ്ങളാണ് പ്രവാചകനുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കഥ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട്. വളരെ വിശാലമായൊരു കഥയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ പറയുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറേ സ്ത്രീകളുടെ കഥയാണ് പറയുന്നത്. ഒരു 11 സ്ത്രീകളുടെ കഥയാണ്. ആ സ്ത്രീകൾ അവരിങ്ങനെ ഒരുമിച്ചിരിക്കുന്നു. തങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ചാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ത്രീയും തങ്ങളുടെ ഭർത്താവുമായി അവർക്കുള്ള അവർ നല്ലതാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ മോശമാണെങ്കിൽ മോശം, ഇതിങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മറയുമില്ലാതെ സ്ത്രീകൾ മുഴുവൻ അവരുടെ മൊത്തം കാര്യങ്ങളും പറയുന്നതാണ് കഥ. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് മുഴുവൻ കേട്ടിരിക്കുകയാണ്. അവസാനം 11ാമത്തെ സ്ത്രീയുടെ കഥ എന്താണ്? അത് അബൂസറൈൻ്റെ കഥയാണ്. നമുക്ക് ആ ഹദീസിൻ്റെ പേര് അബൂസറൈൻ്റെ ഹദീസ് എന്നാണ്. അബൂസറയും ഉമ്മുസറവും അവർ നല്ല ഏറ്റവും മനോഹരമായ ബന്ധമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു വളരെ മനോഹരമായ ജീവിതം നയിക്കുന്നതിനൊക്കെ അവർക്ക് പരസ്പരം വിവാഹ ജീവിതം മോചിപ്പിക്കേണ്ടി വരുന്നു, വിവാഹമോചനം നടത്തേണ്ടി വരുന്നു എന്നതാണ് കഥ. അപ്പോൾ ഈ കഥ മുഴുവൻ കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഞാൻ അബൂസർ ഉമ്മുസറൈന് ഏതുപോലെയാണോ അതുപോലെ ആയിരിക്കും ഞാൻ നിന്നെ. പക്ഷേ അബൂസർ വിവാഹമോചനം ചെയ്തു, ഞാൻ നിന്നെ വിവാഹമോചനം ചെയ്യൂല, ഞാൻ തൊലാക്ക് ചെയ്യൂല എന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂൽ അൻത ഖൈറും മിൻ അബീസർ, അബൂസറിനേക്കാൾ നല്ല മനുഷ്യനാണ് താങ്കൾ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ബന്ധങ്ങളിൽ സംസാരിക്കാനും കേൾക്കാനും ഉള്ള സമയം കണ്ടെത്തുക, അതിനുള്ള സമയം അനുവദിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും മാതൃകയുള്ള ഒരു സംഗതിയാണ്. മാത്രമല്ല, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ തൻ്റെ ഇണകളെ ചേർത്ത് പിടിക്കാൻ, അവരെ സഹായിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ശ്രദ്ധ കാണിച്ചിരുന്നു എന്നാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭമാണ് ആർത്തവത്തിൻ്റെ സമയം. അവൾ ശാരീരികമായും മാനസികമായും വലിയ പ്രയാസങ്ങളിലേക്കും ഒറ്റപ്പെടലിലേക്കും പോകുന്ന ഒരു സന്ദർഭമാണ് ആർത്തവത്തിൻ്റെ സമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. പല നിലക്കും
പല സംസ്കാരങ്ങളും ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജൂത സംസ്കാരത്തിൽ സ്ത്രീകൾ ഒരിക്കലും അവർക്കുള്ള ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കരുത്, അതുപോലെ തന്നെ അവരെ പിന്നെ ഒറ്റക്കാക്കുന്ന, അവരെ മറ്റാരും സമീപിക്കാൻ കഴിയാത്ത വിധം അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ പല മതസമൂഹങ്ങളിലുള്ള സംസ്കാരങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ കാണാൻ കഴിയും. ആർത്തവകാരികളായ സ്ത്രീകളെ ഒറ്റപ്പെടുത്തുന്നു, അവരൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവരൊരു പിന്നെ ചെടി തൊട്ടാൽ ആ ചെടി വാടിപ്പോവും. ഇങ്ങനെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ സന്ദർഭത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ സാക്ഷ്യപ്പെടുത്താണ്. ഞാൻ പിന്നെ ആർത്തവകാരിയായിരിക്കുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ റൂമിലുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ പിന്നെ അടുത്തിരിക്കുകയും എൻ്റെ മടിയിൽ തല വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകൾ കാണാം. എത്രത്തോളം വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു പിന്നെ വെള്ളം കുടിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാത്രം വാങ്ങി ആയിഷ റളിയല്ലാഹു അൻഹ എവിടെ വെച്ചാണോ വെള്ളം കുടിച്ചത്, ചുണ്ട് വെച്ച് വെള്ളം കുടിച്ചത്, അതേ ഭാഗത്ത് നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കുടിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഇറച്ചി കഴിച്ചാൽ അതേ എല്ലെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഭക്ഷിക്കുന്നു. അത്രത്തോളം സ്നേഹപ്രകടനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദർഭത്തിലെല്ലാം നടത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി പിന്നെ തൻ്റെ ഇണകളെ പരിഹസിക്കുന്ന സാഹചര്യം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമുക്കറിയാം, സ്വന്തം ഇണയെ പിന്നെ വളരെ മോശമായി പിന്നെ ജനങ്ങൾക്കിടയിൽ പരിഹസിക്കുകയും അപഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊരു സംസ്കാരമാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരിക്കൽ പിന്നെ സൊഫിയ റളിയല്ലാഹു അൻഹ പിന്നെ ഇസ്ലാം സ്വീകരിച്ചതാണ്. അവരാദ്യം ജൂതമതത്തിലായിരുന്നു, അവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതാണ്. അപ്പോൾ ഒരിക്കൽ റസൂലിൻ്റെ തന്നെ മറ്റൊരു ഇണയായ ഹഫ്സ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അവരെ പരിഹസിക്കുകയാണ്. ബിൻത്ത് യഹൂദി, ഒരു യഹൂദിയുടെ മകളാണല്ലോ എന്ന് പറഞ്ഞ് സൊഫിയ റളിയല്ലാഹു അൻഹയെ പരിഹസിക്കുകയാണ്. സൊഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് ഇത് വളരെ സങ്കടമായി. അവർ കരഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ അവർ പരിഹസിച്ചു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആശ്വസിപ്പിക്കുകയാണ്. അവരോട് പറഞ്ഞത്, എന്തിനാണ് അവർ പരിഹസിക്കുന്നത്? നീയാണെങ്കിൽ ഇന്നക ലബ്നത നബിയ്യിൻ, നീ ഒരു പ്രവാചകന്റെ മകളാണ്. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മകളാണ് നീ. വൈന്ന അമ്മക്കില നബിയുൻ, നിന്റെ അമ്മ ആണെങ്കിൽ, നിന്റെ അങ്കിളാണെങ്കിൽ ആരാണ്? അത് മൂസ നബിയാണ്, ഒരു പ്രവാചകനാണ്. പിന്നെയോ വൈന്നക്കില തഹ്ത നബിയിൻ, നീ ഒരു നബിയുടെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലാണ് നീ ഉള്ളത്. എന്തിനാണ് നീ പിന്നെ അവർ പരിഹസിക്കുന്നത്? അതുകൊണ്ട് ഫഫീമ തഫ്ഖറു അലൈക, നിന്നേക്കാൾ അഹങ്കരിക്കുക അവർക്ക് എന്താ ഉള്ളത്? അവർക്ക് നിന്നേക്കാൾ അഹങ്കരിക്കുക ഒന്നുമില്ല എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിന്നെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് സൊഫിയ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇത്തഖില്ല യാ ഹഫ്സ, ഹഫ്സ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു പരിഹാസത്തിൻ്റെ സന്ദർഭം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആദരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള സന്ദർഭങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. മറ്റൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൊഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാണ്. നിങ്ങൾക്ക് ആ സൊഫിയനെ മതിയല്ലോ. സൊഫിയ പിന്നെ വളരെ മെലിഞ്ഞ ഒരു ശരീരപ്രകൃതിയുള്ള വ്യക്തിയായിരുന്നു. സൊഫിയ അവരുടെ ശരീരപ്രകൃതിയെ കളിയാക്കിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. റസൂലുള്ളാഹി അതിനെ വളരെ ഗൗരവത്തിലാണ് കൈകാര്യം ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഖുൽതി കലിമത്തൻ ലൗ മുസിജത് ബിമാഇൽ ബഹ്രി ലമസൽതുഹു, നീ പറഞ്ഞ ഈ വാക്ക് പിന്നെ വെള്ളത്തിൽ കടലിൽ കലക്കിയാൽ ആ കടൽ മുഴുവൻ അശുദ്ധമായി പോകും, അത്രയും മോശമായ വാക്കാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാം. മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇണകൾക്ക് അവർ രോഗബാധിതരായിരിക്കുമ്പോൾ, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി മന്ത്രിക്കാൻ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം കണ്ടെത്തിയിരുന്നു. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ തൻ്റെ കൈകൊണ്ട് തൻ്റെ ഇണകൾക്ക് വേണ്ടി മന്ത്രിക്കുകയും അവർക്ക് വേണ്ടി മുഅവ്വിദാത്തുകൾ ചെല്ലുകയും അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി എന്നിങ്ങനെ അവർക്ക് രോഗമുണ്ടാകുമ്പോൾ രോഗശമനത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു എന്നെല്ലാം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ എല്ലാ സന്ദർഭത്തിലും തൻ്റെ ഇണകളെ ചേർത്ത് പിടിക്കാനും അവരെ സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചിരുന്നു എന്നതാണ്. മാത്രമല്ല, നന്മകളിൽ, അള്ളാഹുവിനുള്ള ആരാധനകളിൽ എല്ലാം ഒരുമിച്ച് തൻ്റെ ഇണകളെയും ചേർത്ത് പിടിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചിരുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, നന്മകൾ ചെയ്യുന്നതിലുള്ള മത്സരബുദ്ധി, തിന്മകൾക്കെതിരെ പിന്നെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി തൻ്റെ പിന്നെ കുടുംബത്തെ ഉത്ബോധിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു. അത് വിശുദ്ധ ഖുർആന്റെ ഒരു കൽപ്പന കൂടിയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും
നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി ഉറങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് എണീക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മാദാ ഉൻസില ലൈല മിനൽ ഫിത്ന മാദാ ഉൻസില മിനൽ ഖസായിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ എത്ര ഭീകരമായ എത്ര വലിയ ഫിത്നകളാണ് ഈ രാത്രിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, എന്നാൽ അള്ളാഹുവിൻ്റെ എത്ര മഹത്തായ അനുഗ്രഹങ്ങളാണ് ഈ രാത്രിയിൽ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു മൻ യൂഖിലു സവാഹിബൽ ഹുജറാത്ത്. ഹുജറകൾ എന്നാണ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഇണകളുടെ വീടിന് പറയുക. അങ്ങനെ ഓരോ ഹുജറകളായിരുന്നു. ആ ഹുജറകളിലുള്ള സ്ത്രീകളെ തൻ്റെ ഭാര്യമാർ ആരാണ് വിളിച്ചെഴുന്നേൽപ്പിക്കുക, രാത്രി നമസ്കാരത്തിന് വേണ്ടി അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പ്രവാചകൻ ഈ അതിൻ്റെ ഗൗരവം, നന്മകൾ ചെയ്യുന്നതിൻ്റെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെ ഗൗരവം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ പറഞ്ഞു കമ്മിൻ കാസിയത്തിൻ ഫിദ് ദുനിയ ആരിയത്തുൻ യൗമൽ ഖിയാമ. ഈ ലോകത്ത് ദുനിയാവിൽ വസ്ത്രം ധരിച്ച എത്ര ആളുകളാണ് നാളെ പരലോകത്ത് നഗ്നരാകേണ്ടി വരുന്നത്. അതുകൊണ്ട് നന്മകൾ ചെയ്യണം. രാത്രിയിൽ തിന്മകൾക്കുള്ള ഒരുപാട് സാധ്യതകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മകൾ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ ഖസായിനുകൾ അവതരിപ്പിക്കപ്പെടുന്ന രാത്രിയിൽ നമസ്കാരം കൊണ്ട് സജീവമാകാനും തൻ്റെ കുടുംബത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഇബാദത്തുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, നന്മകൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു. അതൊരു പുണ്യകർമ്മമായി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ ഫസല്ല വഅയ്ഖള ഇംറഅതഹു ഫസ്വല്ലത്ത് ഫഇൻ അബത് നളഹ ഫി വജിഹൽ മാ. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ അയാൾ രാത്രി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു, തൻ്റെ ഇണയെയും അയാൾ വിളിച്ചുണർത്തുന്നു. അവളെ എണീക്കുന്നില്ലെങ്കിൽ അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് അവളെ എണീപ്പിക്കുന്നു. അങ്ങനെ രണ്ടുപേരും നമസ്കരിക്കുന്നു. അയാൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. നേരെ തിരിച്ചും ഒരു സ്ത്രീ തൻ്റെ അവർ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു, തൻ്റെ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേൽക്കുന്നില്ലെങ്കിൽ വെള്ളം തെളിച്ചുകൊണ്ട് അവരെ അതിനു വേണ്ടി തയ്യാറെടുപ്പിക്കുന്നു. അവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഇപ്പോൾ റമദാനിൽ നമുക്കെല്ലാം അറിയുന്ന ഒരു സംഭവമാണ്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം റമദാൻ്റെ അവസാനത്തെ പത്താകുമ്പോൾ എന്ത് ചെയ്യും, തൻ്റെ മുണ്ടൊക്കെ മുറുക്കിയെടുത്ത് രാത്രി സജീവമായി ആരാധനകൾ ഉണ്ടാവും. അവിടെ വഅയ്ഖളഹു, തൻ്റെ കുടുംബത്തെയും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്യും, ആരാധനകൾ സജീവമായി പങ്കെടുപ്പിക്കുമായിരുന്നു എന്നാണ്. അങ്ങനെ ഒരുപാട് വിജ്ഞാനങ്ങൾ പകർന്നു നൽകുന്നു, നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. എത്രയോ ഹദീസുകൾ നമ്മളിന്ന് കാണുന്ന ഹദീസുകൾ, ഒരുപാട് ഹദീസുകൾ നിവേദനം ചെയ്യുന്ന റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പത്നിമാരാണ്. അവർ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രവാചകൻ്റെ മാതൃകായോഗ്യമായ ജീവിതം അവർ സാക്ഷ്യപ്പെടുത്തുന്നു. അവർ എത്രയോ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെടുന്നത് ആയിഷ റളിയല്ലാഹു അൻഹാക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പത്നിമാർക്കാണ്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നന്മകളിലും അവരെ ചേർത്ത് പിടിക്കുന്നു എന്നതാണ്. ഇനി കുടുംബജീവിതത്തിൽ സ്വാഭാവികമായി പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ മാതൃകകൾ കാണിച്ചിരുന്നു എന്നാണ്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നത് അത് ശൈത്വാനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാക്കുന്നത് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണ് എന്ന് നമുക്ക് ഹദീസ് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ശൈത്താൻ എല്ലാ ദിവസവും തൻ്റെ കൂടെയുള്ള ആളുകളെ, ഇബ്ലീസ് തൻ്റെ മറ്റ് ശൈത്താന്മാരിങ്ങനെ പറഞ്ഞയക്കും. അവരിങ്ങനെ ഓരോ ദിവസവും തിരിച്ചു വന്ന് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയും. പക്ഷേ ശൈത്താൻ എന്തുണ്ടാവില്ല, അതിലൊന്നും ഒരു സംതൃപ്തി ഉണ്ടാവില്ല. അവസാനം ഒരു ശൈത്താൻ വരും, എന്നിട്ട് പറയും, ഞാൻ രണ്ടാളുകൾക്കിടയിൽ, ഒരു ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ ഞാൻ എന്ത് ചെയ്തു, ഭിന്നിപ്പുണ്ടാക്കി, അവരെ തമ്മിൽ തെറ്റിക്കുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ത്താൻ ഞാമാൻത, നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ ഷെയ്ത്താൻ അവരെ അഭിനന്ദിക്കുന്നതാണ്. അത്രത്തോളം വലിയ ഗൗരവത്തിലാണ് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇസ്ലാം കണക്കാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ എല്ലാ പ്രശ്നങ്ങളെയും വളരെ രമ്യമായി മനോഹരമായി പരിഹരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായി ഒരുപാട് ഇണകളുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ അസൂയയും ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ഒരു ഖാദിമ്, ഒരു സേവകൻ എന്ത് ചെയ്യാണ്, മറ്റൊരു ഇണയുടെ വീട്ടിൽ നിന്നുള്ള, സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കൊണ്ടുവരികയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണുള്ളത്, മറ്റൊരാളുടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കൊണ്ടുവരും. സ്വാഭാവികമായി എന്തുണ്ടാവും, അവർക്ക് അതിലൊരു അമർഷം തോന്നുകയാണ്, ദേഷ്യം തോന്നുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ ആ പാത്രം തട്ടുന്നു, ആ പാത്രം ചിന്നിച്ചിതറി അതിലുള്ള ഭക്ഷണം എല്ലാം നിലത്താകുകയാണ്. ആ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ മനോഹരമായി ഡീൽ ചെയ്യുകയാണ്. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്നും പറയുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേരെ ആ പാത്രത്തിൻ്റെ ഇതെല്ലാം പെറുക്കി കൂട്ടി, ആ ഭക്ഷണം എല്ലാം ഒരുക്കി കൂട്ടിയിട്ട് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് അസൂയ തോന്നിയതാണ് എന്ന് പറഞ്ഞ് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെ ഡീൽ ചെയ്യുന്നു. മറ്റൊരു പാത്രവും അതിൽ ഭക്ഷണമായി തിരിച്ച് അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.
ഇനി അവരെന്തെങ്കിലും ഇത്തരത്തിലുള്ള പരിഭവങ്ങൾ പറഞ്ഞാൽ, പ്രയാസങ്ങൾ പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് സാധിച്ചിരുന്നു. അതിനെ എന്തെങ്കിലും പേരിൽ അവരെ ചീത്ത പറയുകയോ അവരെ അടിക്കുകയോ ഒന്നും റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല. റസൂലുള്ള ഒരിക്കൽ പോലും മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഷൈഅൻ ഖത്തു ബിയദിഹി വലാ ഇംറഅതൻ വലാ ഖാദിമൻ, ഒരു ഇണയെയും ഒരു സ്ത്രീയെയും ഒരു സേവകനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് തല്ലിയിട്ടില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പിന്നെ തങ്ങളുടെ ഇണകളോടുള്ള അവകാശത്തെക്കുറിച്ച് ഒരു സ്വഹാബി ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് മറുപടി പറയുന്നുണ്ട്. അൻ തുതിഅമഹ ഇദാ തുഇംത, നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൾക്കും ഭക്ഷണം നൽകണം, നീ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അവൾക്കും വസ്ത്രം നൽകണം. വലാ തളരിബിൽ വജ്ഹ്, അവളുടെ മുഖത്ത് അടിക്കാൻ പാടില്ല. വലാ തുഖബ്ബിഹ്, അവളെ ചീത്ത പറയാൻ പാടില്ല. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വീട്ടിൽ തീരണം, വീടിൻ്റെ പുറത്ത് അവളുമായി പിണങ്ങി നിൽക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം. ഇനി ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം കേൾക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ്. വളരെ ഉയർന്ന ശബ്ദത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ്, നമുക്കറിയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അതർഫഈന സൗതക് യബ്നത ഉമ്മ റൂമാൻ തർഫഈന സൗതക അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നീ അള്ളാഹിൻ്റെ റസൂലിനെതിരെയാണോ ശബ്ദം ഉയർത്തുന്നത് എന്ന് ചോദിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ അടിക്കാൻ വേണ്ടി കൈ ഉയർത്തി ചെല്ലുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ ചെയ്യുന്നത്? രണ്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കല്ല. ആയിഷ റളിയല്ലാഹു അൻഹാക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടയിൽ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിൽക്കുകയാണ്. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തടയുന്നു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ഞാനാണ് തടഞ്ഞത് കണ്ടില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുന്നു. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നു, ചിരിക്കുന്നതാണ് കാണുന്നത്, പരസ്പരം ചിരിക്കുന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ മുമ്പ് യുദ്ധത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ എന്നെയും ഉൾപ്പെടുത്തിയല്ലോ, എന്നെയും പങ്കെടുപ്പിച്ചല്ലോ, അതുപോലെ ഈ ഒരു സമാധാനത്തിൻ്റെ സന്ദർഭത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദാമ്പത്യ ജീവിതത്തിൽ ഒരു മാതൃകായോഗ്യനായ ഇണ എന്ന നിലക്ക് നമുക്ക് കാണാൻ കഴിയും. വീട്ടുജോലികളിൽ തൻ്റെ ഇണകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹായിച്ചിരുന്നു. തൻ്റേതായ ജോലികൾ, തനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ജോലികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വന്തമായി തന്നെ ചെയ്തിരുന്നു. കാന യകൂനു ഫീ മിഹ്നത്തി അഹ്ലിഹി, തൻ്റെ കുടുംബത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹായിച്ചിരുന്നു. അങ്ങനെ നിസ്കാരത്തിൻ്റെ സമയമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകും എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാം. മാത്രമല്ല അവർ തൻ്റെ ഇണക്ക് വേണ്ടി ഭക്ഷണം നൽകുന്നത്, അവർക്ക് വേണ്ടി ഒരു ഉരുള അവൾക്ക് വേണ്ടി നൽകുന്നത് എല്ലാം നിനക്കുള്ള സ്വതക്കയായി രേഖപ്പെടുത്തും, ഒരു പുണ്യകർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാം. മാത്രമല്ല സന്തോഷത്തിൻ്റെ അവസരങ്ങൾ, വിനോദത്തിൻ്റെ അവസരങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ ഇണകളെയും പങ്കെടുപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും കൂടി ഒരു യാത്രയിലാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും കൂടി ഓട്ട മത്സരം നടത്തുന്നു, പന്തയം നടത്തുന്നു. അങ്ങനെ അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ വിജയിക്കുകയാണ്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് അടുത്തൊരു യാത്രയിൽ ആ സമയമാകുമ്പോഴേക്കും ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ച് തടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരാജയപ്പെടുത്തുന്നു. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു, ഇത് അന്നത്തേതിന് വേണ്ടിയുള്ളതാണ്, അന്ന് തോൽപ്പിച്ചതിന് പകരമാണിത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവരോട് പറയുന്നത് നമുക്ക് കാണാം. അങ്ങനെ മാത്രമല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ റസൂലുള്ള അവരെ സഹായിച്ചിരുന്നു, അവർക്ക് അതിന് അവസരം നൽകിയിരുന്നു. ഇപ്പം എത്യോപ്യക്കാർ പ്രവാചകന്റെ പള്ളിയുടെ സമീപത്ത് വെച്ച് അവർ ആയോധന കല അഭ്യസിക്കുകയാണ്. അതിൻ്റെ അഭ്യാസങ്ങൾ ഇങ്ങനെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കാണുന്ന അവർക്ക് മതിയാകുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോടൊപ്പം നിന്ന് ആ കാഴ്ച കാണുകയും എല്ലാം ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ എല്ലാ സന്തോഷത്തിൻ്റെ അവസരങ്ങളിലും തൻ്റെ ഇണയെ കൂടി പങ്കെടുപ്പിക്കാൻ റസൂലുള്ളാഹി ശ്രദ്ധിച്ചിരുന്നു എന്നതാണ്. ഒരിക്കൽ ഒരു പേർഷ്യക്കാരനായ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അയൽവാസിയായ ഒരു മനുഷ്യൻ, അയാൾ പ്രവാചകൻ്റെ അടുത്തേക്ക് വന്ന് ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അയാൾ നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന നല്ലൊരു കുക്കാണ് അയാൾ തൻ്റെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വഹാദിഹി, ഇത് ആയിഷക്ക് കൂടി ഉണ്ടോ ക്ഷണം ആയിഷക്ക്? അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല. അയാൾ ഒരാൾക്കുള്ള ഭക്ഷണം അയാളുടെ കയ്യിലുള്ളൂ. അയാൾ പറഞ്ഞു ഇല്ല, ഒരാൾക്കുള്ളതുള്ളൂ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വീണ്ടും വന്നു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, വഹാദിഹി, ആയിഷക്ക് കൂടിയുള്ള ഭക്ഷണം ഉണ്ടോ? ഇല്ല.
അപ്പോൾ റസൂലുള്ള പറഞ്ഞു ഞാൻ വരുന്നില്ല. അയാൾ മൂന്നാമത് വന്നു. റസൂലുള്ള ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഉണ്ട്, രണ്ടാൾക്കുള്ള ഭക്ഷണം ഉണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാളും കൂടി ആ ഭക്ഷണത്തിന് വേണ്ടി പോകുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും സന്തോഷത്തിൻ്റെ അവസരത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു. മാത്രമല്ല അവർക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ സന്തോഷത്തിലിരിക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ ഉദുഉല്ലാഹ ലി, താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദം മിൻ ദംബിഹ വമാ തഅഖർ വമാ മാ അസറത്ത് വമാ അലൻത്. അല്ലാഹുവേ, ആയിഷയുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണമേ. അവൾ മുന്നേ ചെയ്തതും ഇനി പിന്നെ വരാനിരിക്കുന്നതുമായ പാപങ്ങൾ, പരസ്യമായതും രഹസ്യമായതും എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷമായി. ആയിഷ റളിയല്ലാഹു അൻഹ ചിരിച്ച് പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് വീഴുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് സന്തോഷമായോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകർ എങ്ങനെ ഞാൻ സന്തോഷിക്കാതിരിക്കും? പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇതേ പ്രാർത്ഥന എല്ലാ ദിവസവും നമസ്കാരത്തിൽ ഞാൻ എൻ്റെ സമുദായത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. ഇങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സന്തോഷത്തിൻ്റെ വിനോദത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും അവരെയും പങ്കെടുപ്പിക്കുകയും എല്ലാം ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതൃകായോഗ്യമായ ദാമ്പത്യം പ്രവാചകൻ നിർവഹിച്ചിരുന്നു. അത് തൻ്റെ മറ്റ് ദൗത്യങ്ങൾ, തൻ്റെ വളരെ ഗൗരവമേറിയ മറ്റ് ഇടപെടലുകളൊന്നും ഇതിന് തടസ്സമായിരുന്നില്ല എന്നതാണ്. അങ്ങനെ ഇണയോടുള്ള തൻ്റെ പിന്നെ അവരുടെ അവകാശങ്ങൾ എന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള കരാറാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ജനങ്ങളെ സാക്ഷി നിർത്തി ഒരു മനുഷ്യൻ നടത്തുന്ന ഏറ്റവും മീസാഖൻ വലിയുള്ള, പിന്നെ പൊട്ടിക്കാൻ കഴിയാത്ത അത്രയും അതിശക്തമായ കരാർ എന്നതാണ് വിവാഹത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഫൈന്നക്കും അഖദ്തുമൂഹുന്ന ബി അമാനില്ല വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബി കലിമത്തില്ല. അള്ളാഹുവിനോടുള്ള കരാറിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് അവരെ അനുവദിച്ച് തന്നിട്ടുള്ളത്. അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ വിശ്വസ്തതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ വിശ്വസ്തത, ഇണയോടുള്ള ഏറ്റവും മാതൃകായോഗ്യമായ ദാമ്പത്യം, ഏറ്റവും മനോഹരമായ ബന്ധം, അത് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ അത് നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ജനങ്ങൾക്കിടയിൽ നല്ല നിലക്ക് ജീവിക്കാൻ, നമ്മൾ ഇടപെടുന്ന മറ്റ് മേഖലയിലെല്ലാം നല്ല സ്വഭാവത്തിന് ഉടമകളായി നമുക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ സ്വന്തം കുടുംബത്തിൽ നമ്മൾ എങ്ങനെയാണോ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഔന്നത്യത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, എൻ്റെ കുടുംബത്തോട് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പെരുമാറുന്നവൻ, ഏറ്റവും നന്നായി കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് അഭിമാനത്തോടു കൂടി പറയുന്നത് നമുക്ക് കാണാം. ഇതിന് ഈ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മനോഹരമായ ദാമ്പത്യ ജീവിതത്തിന് സാക്ഷ്യപ്പെടുത്തുന്നത് ഇണകളാണ്. അത് ഒരുപാട് ഹദീസുകളിലായി, ചരിത്രങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ, വഫാത്താകുന്നത് പോലും എൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരണപ്പെട്ടത്. ഏറ്റവും അവസാനമായി പ്രവാചകൻ്റെ ഉമിനീരിനോട് ചേർന്നത് എൻ്റെ ഉമിനീരാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അഭിമാനത്തോടുകൂടി പറയുന്നത് നമുക്ക് കാണാം. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മാതൃക നമുക്കുണ്ട്. അത് ബന്ധങ്ങളുടെ വിഷയത്തിൽ, ദാമ്പത്യ ജീവിതത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മനോഹരമായ മാതൃകയുണ്ട്. പ്രവാചകൻ്റെ ജീവിതം, ആ ജീവിതമാണ് നമുക്ക് മാതൃകയാക്കാനുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.